നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകൾ സാധാരണയായി വാർത്തകളിൽ നിറയാറുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. എന്നാൽ ഇന്ന് കഥ മാറുകയാണ്. വിദ്യാർത്ഥികളല്ല, മറിച്ച് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ചാൻസലറും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റും തമ്മിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായിട്ടുള്ള വിധികൾ, വി സിമാർ RSS വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തമിഴ്നാടും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനലൂതി നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സർവകലാശാലകളിൽ നടക്കുന്നത്? കേരളം മുതൽ തമിഴ്നാടും ബംഗാളും വരെ നീളുന്ന ഈ ചാൻസലർ പോരിന്റെ യഥാർത്ഥ വശങ്ങൾ, ഇരുപക്ഷത്തിൻ്റെയും ന്യായങ്ങൾ തികച്ചും നിഷ്പക്ഷമായി വസ്തുതകളുടെ മാത്രം അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ക്ഷമയോടെ കാണുക. സതുദ്ദേശത്തോടെ വീഡിയോ സമീപിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വിവാദങ്ങളുടെയൊക്കെ ചുരുളഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സർവകലാശാലയുടെ പവർ സ്ട്രക്ചർ അഥവാ അധികാര ശ്രേണി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി എന്നത് വലിയൊരു സാമ്രാജ്യം പോലെയാണ് എന്നൊന്ന് അസ്യൂം ചെയ്ത് നോക്കിയാൽ അതിന് സ്വന്തമായ നിയമങ്ങളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കാനുള്ള അധികാരവുമുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പദവിയാണ് ചാൻസലർ എന്ന് വിളിക്കുന്നത്. നിയമപ്രകാരം സംസ്ഥാനത്തെ ഗവർണറാണ് ഈ പദവി അലങ്കരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽക്കേ സർവകലാശാലകളെ രാഷ്ട്രീയ അതിപ്രസരത്തിൽ മാറ്റി നിർത്താനായിട്ട്, സ്വയം ഭരണാവകാശം ഉറപ്പാക്കാനൊക്കെ ആയിട്ട് നിഷ്പക്ഷനായിട്ടുള്ള ഒരു ഗവർണറെ ഈ പദവി ഏൽപ്പിച്ചു. ഓർക്കുക, ചാൻസലർ എന്നാൽ സർവകലാശാലയുടെ പരമാധികാരിയാണ്. നിയമനങ്ങൾ അംഗീകരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാനുമുള്ള അൾട്ടിമേറ്റ് പവർ ഇദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇദ്ദേഹം ദൈനംദിന ഭരണം നടത്താറില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനായി അദ്ദേഹം ഒരാളെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് വൈസ് ചാൻസലർ എന്ന് വിളിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ CEO ആണ് വൈസ് ചാൻസലർ എന്ന് വേണമെങ്കിൽ പറയാം. കോളേജുകൾക്ക് അംഗീകാരം നൽകുക, അതേപോലെ പരീക്ഷ കൃത്യസമയത്ത് നടപ്പാക്കുക, സിലബസ് പരിഷ്കരിക്കുക, ഫണ്ടുകൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുക തുടങ്ങി സർവകലാശാലയുടെ തലച്ചോറായി പ്രവർത്തിക്കുന്നത് VC തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കസേരയിൽ ഇരിക്കേണ്ടത് ഉന്നത അക്കാദമിക് യോഗ്യതയുള്ള 10 വർഷമെങ്കിലും പ്രൊഫസറായി പരിചയസമ്പത്തുള്ള ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളായിരിക്കണമെന്ന് UGC ചട്ടങ്ങൾ സ്ട്രിക്ട്ലി പറയുന്നുണ്ട്. VCയെ സഹായിക്കുവാനും ന്യായപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായി ഒരു മന്ത്രിസഭ പോലെയുള്ള സമിതിയുണ്ട്. അതാണ് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ സെനറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഭൂരിഭാഗം പേരെയും നാമനിർദ്ദേശം ചെയ്യുന്നത് അതത് സമയത്തെ സംസ്ഥാന സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ സിൻഡിക്കേറ്റ് ശ്രമിക്കാറുണ്ട് എന്നതൊരു പ്രധാന വസ്തുതയാണ്. ഇനി ഇതിന്റെ ഫ്ലാഷ് പോയിന്റിലേക്കൊന്ന് പോവാം. യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കാനും തങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കുവാനും സംസ്ഥാന സർക്കാരിന് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു VCയെ ആ കസേരയിൽ വരണമെന്നുണ്ടാവും. എന്നാൽ ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ച് പറയും, അത് പറ്റില്ല, നിയമനങ്ങളിൽ രാഷ്ട്രീയം പാടില്ല, കൃത്യമായ യോഗ്യതയുള്ളവരെ മാത്രമേ ഞാൻ ഒപ്പിട്ട് VC ആക്കൂ എന്ന്. ഈ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള താല്പര്യങ്ങളുടെ സംഘടനമാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ വിവാദങ്ങളിലേക്ക് വഴിമാറിയിട്ടുള്ളത്. സർക്കാർ നിർദ്ദേശിക്കുന്ന പേരുകൾ ചാൻസലർ വെട്ടുന്നു, ചാൻസലറുടെ തീരുമാനങ്ങളെ സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഈഗോ പോരിൽ VCമാരുടെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലിക VCമാരെ വെച്ച് ഭരണം മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ സർവകലാശാലകളും രാജ്ഭവനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല. ഇതിനൊരു കൃത്യമായ തുടക്കമുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ കേരളത്തിൽ 2020-21 കാലഘട്ടത്തിലാണ് ഈ വലിയ നിയമന തർക്കങ്ങളുടെ കനലുകൾ പുകയാൻ തുടങ്ങിയതെന്ന് കാണാം. കൃത്യമായി പറഞ്ഞാൽ 2 പ്രധാന സംഭവങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് അടിത്തറയിട്ടത്. അതിലൊന്ന്, കണ്ണൂർ VC ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പ്രായപരിധി ലംഘിച്ചുകൊണ്ട് പുനർനിയമനം നൽകാൻ സർക്കാർ ശുപാർശ നൽകുകയും ചാൻസലർ അത് ഒപ്പിടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് താൻ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അത് ഒപ്പിട്ടതെന്ന് ഗവർണർ പരസ്യമായി പറഞ്ഞതോടെ തർക്കം തെരുവിലേക്ക് നീളുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. രണ്ടാമത്തെ കാര്യം, 2021 കാലടി സംസ്കൃത സർവകലാശാലയിൽ VC നിയമനത്തിനായി ഗവർണർക്ക് സമർപ്പിച്ചത് ഒരൊറ്റ പേര് മാത്രമായിരുന്നു. പാനൽ നൽകാത്തതിൽ ഗവർണർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ ഈ തർക്കങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ വാഗ്വാദത്തിൽ നിന്നും മാറി നിയമത്തിന്റെ സുപ്രീം കോർട്ട് വിധിയിലേക്ക് എത്തിയത് 2022 ഒക്ടോബറിലാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല VC നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വിവാദങ്ങളുടെയും അണക്കെട്ട് പൊട്ടിയതെന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രധാനമായും 2 നിയമങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നതെന്ന് കാണാം.
ഓരോ സർവകലാശാലയും സ്ഥാപിക്കുമ്പോൾ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന സംസ്ഥാന നിയമങ്ങളും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാൻ കേന്ദ്ര ഏജൻസിയായ രൂപീകരിക്കുന്ന പൊതുവായ ചട്ടങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ പല സർവകലാശാലകളിലും സിമാരെ നിയമിച്ചപ്പോൾ സംസ്ഥാന നിയമങ്ങളാണ് പാലിക്കപ്പെട്ടത്. ചട്ടങ്ങളല്ല എന്നതായിരുന്നു പ്രധാന ആരോപണം. മുൻപ് സൂചിപ്പിച്ച KTU കേസിൽ സുപ്രീം കോടതി കണ്ടെത്തിയത് 2 പ്രധാന വീഴ്ചകളായിരുന്നു. ഒന്ന്, ചട്ടപ്രകാരം സിയെ തിരഞ്ഞെടുക്കാൻ 3 മുതൽ 5 വരെ യോഗ്യതയുള്ളവരുടെ ഒരു പാനൽ വേണം ഗവർണർക്ക് നൽകാൻ എന്നുള്ളതാണ്. അതിൽ നിന്ന് വേണം ഗവർണർ ഒരാളെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ളത്. എന്നാൽ ഇവിടെ സർക്കാർ ഗവർണർക്ക് നൽകിയിരുന്ന ഒരൊറ്റ പേര് മാത്രമായിരുന്നു. അതായത് ഗവർണർക്ക് അവിടെ മറ്റ് ഓപ്ഷനുകളൊന്നും ഇല്ലായിരുന്നു എന്നർത്ഥം. 2, സിയെ കണ്ടെത്താനുള്ള സമിതിയിൽ, അതായത് സെർച്ച് കമ്മിറ്റിയിൽ സിയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന ഒരു ചട്ടം പറയുന്നുണ്ട്. എന്നാൽ പല കമ്മിറ്റികളിലും ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്നവരോ ആണ് ഉണ്ടായിരുന്നത് എന്നതാണ് സത്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 254 ആർട്ടിക്കിൾ പ്രകാരം വിദ്യാഭ്യാസം എന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളതായതുകൊണ്ട് ഒരു സംസ്ഥാന നിയമവും ഒരു കേന്ദ്ര നിയമവുമായിട്ടുള്ള ചട്ടവും തമ്മിൽ ഒരു തർക്കമുണ്ടായ അവിടെ ചട്ടങ്ങൾക്കായിരിക്കും പരമാധികാരം എന്നാണ് നിയമം പറയുന്നത്. സോ ഈ ഒരൊറ്റ വിധിയിലൂടെ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ നിയമനങ്ങളെല്ലാം നിയമവിരുദ്ധമായിട്ട് മാറി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കണ്ണൂർ സിയുടെ പുനർനിയമനവും പിന്നീട് സുപ്രീം കോടതി റദ്ദാക്കിയത് എന്ന് കാണാൻ സാധിക്കും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സർവകലാശാലകളെ നയിക്കാൻ അവകാശമുണ്ട് എന്നും ഗവർണർ എന്നത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു പദവിയാണെന്നും പറയുന്നു. ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രത്തിന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ പ്രധാന വാദം. സിമാർ RSS വേദി പങ്കിട്ട പുതിയ സംഭവം തങ്ങളുടെ ഈ ആരോപണത്തെ ശരിവെക്കുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പോയിന്റ്. അപ്പോൾ അതേസമയം സർവകലാശാലകൾ രാഷ്ട്രീയ പരീക്ഷണശാലകളാകരുത് എന്നും ഭരണകക്ഷി ആരായാലും തങ്ങളുടെ പാർട്ടി താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആളുകളെ തിരികെ കയറ്റുന്നത് സർവകലാശാലകളുടെ അന്താരാഷ്ട്ര നിലവാരത്തെ തകർക്കുന്നുമെന്നാണ് ചാൻസലറുടെയും കോടതിയുടെയും ഭാഗം. നിയമങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉയരില്ലായിരുന്നുവെന്നും ഒരു വേദിയിൽ പങ്കെടുത്തു എന്നത് കൊണ്ട് മാത്രം ഒരാളുടെ അക്കാദമിക് യോഗ്യതയോ സുപ്രീം കോടതി വിധിയുടെ പ്രാബല്യത്തെയോ തള്ളിക്കളയാനാവില്ല എന്നും ഇവർ നിരന്തരം വാദിക്കുന്നു. ചുരുക്കത്തിൽ 2020 തുടങ്ങിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് എന്ന് പറയാം. ഇവിടെ നിയമത്തിന്റെ വഴി പൂർണ്ണമായും പാലിക്കപ്പെടണമെന്ന കോടതികളുടെ കർശന നിലപാടും തങ്ങളുടെ അധികാര പരിധി സംരക്ഷിക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടും തമ്മിലാണ് വടംവലി നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ 2 വ്യത്യസ്ത ആംഗിളുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തേത് ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെ അനുകൂലിക്കുന്നവരും അത് നിയമിക്കപ്പെട്ട സിമാരായിട്ടുള്ളവർ ഉയർത്തുന്ന പ്രധാന വാദങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ മുൻനിർത്തിയുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരം രാജ്യത്തെ ഏതൊരു പൗരനും ആശയപ്രകടനത്തിനും സമാധാനപരമായി ഒത്തുകൂടാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സി പദവിയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ അടിസ്ഥാന പൗരാവകാശങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നതാണ് പ്രധാന വാദം. പങ്കെടുത്തതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് വേദിയല്ല, മറിച്ച് ഒരു സാംസ്കാരിക സംഘടനയുടെയോ വിചാര സദസ്സിൻ്റെയോ പരിപാടിയിലാണ്. ഒരു അക്കാദമീഷ്യൻ എന്ന നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ നിലനിൽക്കുന്ന വേദികളിൽ പങ്കെടുക്കുന്നതിനും സമ്പാദിക്കുന്നതിനും സിമാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുൻകാലങ്ങളിലും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ വേദികളിൽ പ്രൊഫസർമാരും അതേപോലെ സിമാരും പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത വിവാദങ്ങൾ ഇപ്പോഴുണ്ടാകുന്നത് മനഃപൂർവ്വം പുകമറ സൃഷ്ടിക്കാനാണ് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് ദ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ന്യൂട്രാലിറ്റിയാണ്. മറുവശത്ത് ഈ പ്രവൃത്തിയെ കഠിനമായി വിമർശിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉയർത്തുന്ന വാദങ്ങൾ പദവികളുടെ മര്യാദയെക്കുറിച്ചുള്ളതാണ്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്നത് കേവലം ഒരു വ്യക്തിയല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും വിവിധ രാഷ്ട്രീയ ചിന്താഗതിക്കാരായിട്ടുള്ള അധ്യാപകരുടെയും തലവന്മാരാണ്. അങ്ങനെയുള്ള ഒരു പദവിയിലിരിക്കുന്നവർ കടുത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളുള്ള സംഘടനകളുടെ വേദികളിൽ മുൻനിരയിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ പദവിയുടെ നിഷ്പക്ഷതയെ ജനമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കും എന്നുള്ളതാണ്. കേരളത്തിലെ ജനാധിപത്യ സർക്കാരിനെ മറികടന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത താൽക്കാലിക സിമാരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് തങ്ങളുടെ പഴയൊരു ആരോപണത്തെ അടിവരയിടുന്നു എന്നതാണ് വിമർശകർ പ്രത്യേകം പറയുന്നത്. അതായത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര ഭരണ കക്ഷികളുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് സാഫ്രണൈസ് ചെയ്യാൻ രാജ്ഭവൻ വഴി ശ്രമം നടക്കുന്നു എന്നതാണ് വാദം.
വി.സിമാർ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്ന് പരസ്യമാകുന്നതോടെ സർവകലാശാലകളുടെ ഭാവിയിൽ നടക്കുന്ന നിയമനങ്ങളും തീരുമാനങ്ങളും നിഷ്പക്ഷമായിരിക്കുമോ എന്നൊരാശങ്ക പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ ഇത് പ്രത്യേകമായും കാരണമാകാറുണ്ട്. നിയമപരമായി പരിശോധിച്ചാൽ വി.സിമാർ ചെയ്തതിൽ എന്തെങ്കിലും സർവകലാശാല ചട്ടങ്ങളുടെയോ അല്ലെങ്കിൽ ഭരണഘടനയുടെയോ ലംഘനമില്ല എന്ന് കാണാം. കാരണം അവർക്ക് അതിനുള്ള വ്യക്തി സ്വാതന്ത്ര്യം നൽകപ്പെടുന്നുണ്ട്. എന്നാൽ ധാർമ്മികമായും രാഷ്ട്രീയമായും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കേവലം ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നും മറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഇരുപക്ഷവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ നിയമപരമായി മാത്രമല്ല പൊതുജന മധ്യത്തിലും നിഷ്പക്ഷരായി കാണപ്പെടുവാൻ ബാധ്യസ്ഥരാണ് എന്നൊരു വായിച്ചെഴുത്ത് കൂടി ഇതിനകത്തുണ്ട്. കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഗവർണർ സർക്കാർ പോര് ഒട്ടും പുതിയതോ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആയ ഒന്നല്ല എന്ന് കാണാം. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, തെലുങ്കാന, പഞ്ചാബ് തുടങ്ങിയ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതേ വി.സി നിയമനങ്ങളെ ചൊല്ലിയും സർവകലാശാലകളുടെ അധികാരങ്ങളെ ചൊല്ലിയും സമാനമായ അല്ലെങ്കിൽ ഇതിലും കടുത്ത രീതിയിലുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളതാണ്. കേരളത്തിന് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി.എം.കെ. സർക്കാരും ഗവർണറും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നതാണ്. കേരളത്തിലേതുപോലെ തന്നെ വി.സി നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രധാന പരാതി. സെർച്ച് കമ്മിറ്റികളിൽ ഗവർണർ സ്വന്തം പ്രതിനിധികളെ തിരികെ കയറ്റുന്നു എന്ന് സർക്കാർ ആരോപിച്ചു. ഇതിന് പരിഹാരമായിട്ട് തമിഴ്നാട് നിയമസഭ ചരിത്രപരമായിട്ടുള്ളൊരു ബില്ല് കൂടി പാസാക്കി. സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുവാനുള്ള അധികാരം ചാൻസലറായ ഗവർണറിൽ നിന്നും മാറ്റി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് നൽകുന്നതായിരുന്നു ആ ബില്ല്. തമിഴ്നാട് ഗവർണർ സർവകലാശാല ബിരുദാനന്തര ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നതും സർക്കാർ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്നതും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തയായി പിന്നീട് നാം കാണുന്നതാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ള മണ്ണാണ് പശ്ചിമ ബംഗാൾ. മുൻ ഗവർണറായിട്ടുള്ള ജഗ്ദീപ് ധൻഖറും മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിലുള്ള പോര് വളരെ ആഴത്തിലുള്ളതായിരുന്നു. സംസ്ഥാന സർക്കാരിനോട് ആലോചിക്കാതെ ഗവർണർ സർവകലാശാലകളിൽ താൽക്കാലിക വി.സിമാരെ നിയമിച്ചതായിരുന്നു പ്രധാന തർക്കവിഷയം. വി.സിമാരുടെ ശമ്പളം തടഞ്ഞുവെക്കാനും ഗവർണർ മുതിരുകയുണ്ടായി. സർവകലാശാലകളിലെ സാമ്പത്തിക ഇടപാടുകൾ ഗവർണർ നേരിട്ട് പരിശോധിക്കാൻ തുടങ്ങിയതൊക്കെയാണ് പ്രശ്നത്തിന്റെ പ്രധാന കാതൽ. ഇതിനെ പ്രതിരോധിക്കാൻ മമതാ ബാനർജി സർക്കാർ ഒരു അങ്ങേയറ്റത്തെ നടപടി തന്നെ സ്വീകരിച്ചു. സംസ്ഥാനത്തെ എല്ലാ പൊതു സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കിക്കൊണ്ട് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറാക്കാനുള്ള ബിൽ അവർ നിയമസഭയിൽ പാസാക്കി. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലും മുഖ്യമന്ത്രി ഭഗവത് മാനും ഗവർണറും തമ്മിൽ വി.സി നിയമനത്തിന്റെ പേരിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായതാണ്. പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രമുഖ സർവകലാശാലകളിൽ സർക്കാർ നടത്തിയിട്ടുള്ള വി.സി നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് കാട്ടി ഗവർണർ അത് റദ്ദാക്കി. സർക്കാർ സമർപ്പിച്ച പാനലുകൾ ഗവർണർ തിരിച്ചയച്ചു. ഗവർണർ ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് താമസിപ്പിക്കുന്നു എന്ന് കാട്ടി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിയമനിർമ്മാണ അധികാരം അനിശ്ചിതമായി തടഞ്ഞു വെക്കുവാൻ ഗവർണർക്ക് അവകാശമില്ലെന്ന് സുപ്രീം കോടതിക്ക് ഇതിലൂടെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഭാരത് രാഷ്ട്ര സമിതി അഥവാ BRS അതിൻ്റെ ഭരണകാലത്ത് തെലങ്കാനയിലും ഗവർണർ തമിഴിസൈ സൗന്ദരരാജും മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവും തമ്മിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർവകലാശാലകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്കായി ഒരു കോമൺ റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുവാനുള്ള ബിൽ സർക്കാർ പാസാക്കിയുണ്ടായി. എന്നാൽ വി.സിമാരുടെ അധികാരം കവരാൻ ഇത് ഇടയാക്കുമെന്ന ആശങ്ക ഉന്നയിച്ചുകൊണ്ട് ഗവർണർ ഈ ബില്ല് ഒപ്പിടാതെ മാസങ്ങളോളം നീട്ടിവെച്ചു. അപ്പോൾ ഈ ഒരു തർക്കം കാരണം മാസങ്ങളോളം തെലങ്കാനയിലെ പല സർവകലാശാലകളിലും സ്ഥിരമായ വി.സിമാരില്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായി. നമ്മൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ 3 പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറുടെ പദവിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം സർവകലാശാലകളുടെ ചാൻസലർ ആകണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അത് അതത് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങളുടെ വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചാൻസലർ പദവി എന്നത് ഒരു ഭരണഘടനാ പദവി അല്ല, മറിച്ച് നിയമപരമായിട്ടുള്ളൊരു പദവി മാത്രമാണ്. ഇതാണ് തർക്കങ്ങൾക്ക് നിയമപരമായിട്ടുള്ള വഴി തുറക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ല സംസ്ഥാനം ഭരിക്കുന്നത്. ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ കേന്ദ്രം ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് സംസ്ഥാനങ്ങളുടെ പൊതുവായിട്ടുള്ളൊരു ആരോപണം. മൂന്നാമത്തെ കാര്യം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് മദൻ മോഹൻ പുഞ്ച് കമ്മീഷൻ ഒരു പ്രധാന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഗവർണർമാരെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരുത്തുന്നത് ഒഴിവാക്കണമെന്നും
കാരണം അത് അവരെ അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നതായിരുന്നു ഒരു പ്രധാന നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും. ഈ അധികാര വടംവലികൾക്കിടയിൽ ആത്യന്തികമായി നഷ്ടം സംഭവിക്കുന്നത് ആർക്കാണ് എന്നുള്ളത്. ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. തലപ്പത്ത് രാഷ്ട്രീയ ഈഗോ പോരുകൾ നടക്കുമ്പോൾ സർവകലാശാലകളിൽ സ്ഥിരമായ വൈസ് ചാൻസലർമാരില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതോടെ അക്കാദമിക് തീരുമാനങ്ങൾ വൈകാൻ കാരണമാകും. പരീക്ഷാ ഫലങ്ങളും സർട്ടിഫിക്കറ്റുകളും കൃത്യസമയത്ത് ലഭിക്കാതെ വരാറും. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കേരളത്തിലെയും ഇന്ത്യയിലെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വിശ്വാസ്യത തകരുമ്പോൾ നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന ബ്രെയിൻ ഡ്രെയിൻ കാഴ്ച നമ്മൾ നേരിട്ട് കാണും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഭാവി എന്തായിരിക്കും? വരുന്ന നാളുകളിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കേണ്ടത്? 3 സാധ്യതകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതിലൊന്ന്, കൂടുതൽ കടുത്ത നിയമയുദ്ധങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തേത്, പൂഞ്ചി കമ്മീഷൻ നിർദ്ദേശങ്ങളിലേക്കുള്ള മടക്കമാണ്. അതായത് ഭാവിയിൽ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഗവർണർമാരെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കി അതിന് പകരം പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞരെയോ അക്കാദമീഷ്യന്മാരെയോ ചാൻസലർമാരാക്കുന്ന രീതിയിലേക്ക് രാജ്യം മാറേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് കേന്ദ്ര നിയമങ്ങളിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ കേന്ദ്ര സർക്കാർ UGCയും തയ്യാറാകേണ്ടി വരും. ഇതൊന്നും അല്ലെങ്കിൽ ഈ പോര് തുടർന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയായിരിക്കും നമ്മൾ മുന്നിൽ കാണാൻ പോകുന്നത്. അന്ധമായ രാഷ്ട്രീയ കണ്ണുകളിലൂടെ അല്ലാതെ വസ്തുതകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കാണാൻ ഈ വിശകലനം നിങ്ങൾക്ക് സഹായകരമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള സാമൂഹിക, രാഷ്ട്രീയ, ശാസ്ത്രീയ വിഷയങ്ങളുടെ ആഴത്തിലുള്ളതും നിഷ്പക്ഷവുമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് വിഷയങ്ങൾക്കായി മൈ സയൻസ് ഗ്യാരേജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണ് എന്ന് രേഖപ്പെടുത്തുക. സർവകലാശാലകളുടെ അധികാരം ആരുടെ കൈകളിലാണ് സുരക്ഷിതമായിരിക്കുക? താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയത്തിൻ്റെ വസ്തുതകളുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാമെന്ന് വാക്ക് നൽകുന്നു. ആൻറ്റിൽ ദെൻ, സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗ്യാരേജ്.